നമസ്കാരം. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആന്തരികമായിട്ട് പല സർവേകളും ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച്, അതായത് ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് കേരള ജനത നീങ്ങുന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ആ ആന്തരിക സർവേകളുടെ ഒരു റിപ്പോർട്ടുകളും പിന്നെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ, പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ റിപ്പോർട്ടുകളും എല്ലാം LDFനെയും UDFനെയും ഒരുപോലെ പിടിച്ചുലച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച്. എന്താണ് ആ വിവരങ്ങളെന്ന് ചോദിച്ചാൽ അതിൽ ഒരു വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJP വൻ മുന്നേറ്റം നടത്തുവാനും, വെറുതെ മുന്നേറ്റം നടത്തി 2ാം സ്ഥാനത്തെത്തുക അങ്ങനെയുള്ള മുന്നേറ്റമല്ല പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. BJP വിജയം നേടുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് എന്ന് ആധികാരികമായി തന്നെ ഈ റിപ്പോർട്ടുകൾ പറയുന്നു എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് എന്തിനാണ് LDF UDF വിരളി പിടിക്കുന്നത്? BJP ജയിക്കുന്നു എന്നുള്ളത് അത്ര പ്രശ്നമാണ്, അവരെ സംബന്ധിച്ച് പ്രശ്നമാണ്. കാരണം 30 സീറ്റ്, 140 സീറ്റുകളിൽ 30 മണ്ഡലങ്ങളിൽ BJP വിജയം നേടുകയാണെങ്കിൽ ബാക്കിയുള്ളത് 110 സീറ്റാണ്. അതിൽ ആരെങ്ങനെ, ഇപ്പോഴത്തെ ഒരു സമവാക്യങ്ങളനുസരിച്ച് ആരെങ്ങനെ വിജയിച്ചാലും ഈ മാറി മാറിയുള്ള ഭരണം ആസ്വദിക്കുക എന്നുള്ളൊരു പരിപാടി അപ്രസക്തമായി പോകുന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് വ്യക്തമായി. കാരണം വ്യക്തമായൊരു ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തൊരവസ്ഥ വരികയും BJP 30 മണ്ഡലങ്ങളിൽ ജയിച്ചു വരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖ്യകക്ഷികളിൽ നിന്നും വൻതോതിലുള്ളൊരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ NDAയിലേക്ക് ഉണ്ടാവുകയും തുടർന്ന് BJP ഭരണത്തിൽ വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതേ തുടർന്നുണ്ടാകുവാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് LDFും UDFും ഒരുപോലെ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് LDFന് മരണവെപ്രാളവും UDFന് പരക്കം പാച്ചിലും. LDFന് എന്തുകൊണ്ടാണ് മരണവെപ്രാളം? LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആത്യന്തികമായി അതിൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിനാണ് ഈ വെപ്രാളം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് അധികാര തുടർച്ച ലഭിക്കില്ല എന്നുള്ളൊരാശങ്ക കൊണ്ട് മാത്രമല്ല, അധികാര തുടർച്ച അദ്ദേഹത്തിന് നിർബന്ധമായി വേണം. അത് 80 വയസ്സ് കഴിഞ്ഞ ആ മനുഷ്യന് ഇനിയും എത്ര കാലം അധികാരത്തിൽ തുടരുവാൻ സാധിക്കുമെന്നുള്ളൊരു മോഹം കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അടുത്ത വ്യക്തിയെ തൻ്റെ പിൻഗാമിയായി വാഴിക്കുവാൻ തനിക്ക് വീണ്ടും അധികാരം ലഭിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. അധികാര നഷ്ടം എന്നൊരു കാര്യം സംഭവിച്ചാൽ പൂർണ്ണമായി പിണറായി വിജയനും അദ്ദേഹം ഇത്രയും കാലം കെട്ടിപ്പൊട്ടി പൊതിഞ്ഞു പിടിച്ച് വളർത്തിക്കൊണ്ട് വന്ന അദ്ദേഹത്തിൻ്റെ മരുമകൻ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നെപ്പോ ബേബികളെല്ലാം വിസ്മൃതിയിലേക്ക്, രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകുമെന്നുള്ള കാര്യം ആരെക്കാളും നന്നായി പിണറായി വിജയൻ അറിയാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പലപ്പോഴും നട്ടല്ലുണ്ട് എന്ന് ഭാവിച്ച്, നമ്മുടെ മുമ്പിൽ ഭാവിച്ച്, അത് സംബന്ധിച്ച് മറ്റൊരു അവസരത്തിൽ കൂടുതൽ വിശദമായി പറയാം. കാരണം ഇപ്പോൾ ഈ നട്ടല് കാണിക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ മുൻപ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ പഞ്ചപുച്ഛമടക്കി ഓ തമ്പ്ര എന്ന് പറഞ്ഞിറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ നട്ടല് കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ പോലീസും മറ്റു സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേറെ ആരെങ്കിലും പ്രീണിപ്പിക്കുവാൻ വേണ്ടി, അല്ലാതെ പുതിയതായി മുളച്ച് വന്ന നട്ടലല്ല മാധ്യമപ്രവർത്തകർക്ക്. വിഷയത്തിൽ നിന്ന് മാറിപ്പോയി വീണ്ടും വരാം. അപ്പോൾ പിണറായി വിജയൻ്റെ ആശങ്കകൾ ഇന്നതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പൊതുവെയുള്ള ജന്മസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണ്ടായുസത്തിലൂടെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അല്ലെങ്കിൽ ഉരുവായി വന്ന ഒരു ധാർഷ്ട്യത്തെ മറച്ചു പിടിച്ച് പത്രപ്രവർത്തകർ വിളിക്കുമ്പോൾ തിരിച്ചു വന്നിരുന്ന ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ എന്നൊരുമാതിരി ചിണുങ്ങുന്നല്ല, തിരുവനന്തപുരത്ത് ചിണുങ്ങുക എന്ന് പറയും. അതായത് ഈ കൊച്ചുകുട്ടികൾ ഈ വാശി പിടിച്ച് കരയില്ലേ, ആ പരുവത്തിൽ പോലും മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നത്. ഇനി കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ തന്നെ ഏതാണ്ടൊരു തരത്തിൽ അധികാരം കിട്ടുമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്നത് VD സതീശൻ മുതൽ വിഷ്ണുനാഥ് വരെയുള്ള സകല വ്യക്തികളും മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിപ്പുണ്ട്. പോരാഞ്ഞിട്ട് കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് ചിലപ്പോൾ ശശി തരൂർ വന്നേക്കുമെന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. തന്നെയുമല്ല, ഇന്നലെ വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ യുവരാജാവ് കേരളത്തിൽ വന്ന് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ളൊരു ബോംബ് അവരുടെ ഇടയിലേക്ക് UDFൻ്റെ അല്ലെങ്കിൽ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും വിഷ്ണുനാഥിൻ്റെയും ഒക്കെ നെഞ്ചിലേക്ക്, കെ മുരളീധരൻ്റെയും ഒക്കെ നെഞ്ചിലേക്ക് എറിഞ്ഞിട്ട് പോയി. ആരാണ് വനിതാ മുഖ്യമന്ത്രി? ഒറ്റ ഉത്തരമേ ഉള്ളൂ, പ്രിയങ്ക ഗാന്ധി ആയിരിക്കും. ഇനി അവരെയും കൂടി ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കുമോ എന്നുള്ള ആശങ്കയും UDF ക്യാമ്പിലുണ്ട്. അതിനിടയിലാണ് ഒരു കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഒരു ഉൽക്കപാതം പോലെ തന്നെ ഈ ഒരു സർവേയും ഇൻ്റലിജൻസ് റിപ്പോർട്ടുമൊക്കെ അവർക്ക് അറിയുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും BJPയുടെ ഈ വിജയത്തിന് തടയിടുവാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടി സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുവാനോ വേണ്ടിയുള്ള സകല ശ്രമങ്ങളും രണ്ട്
മുന്നണികളും നടത്തുന്നുണ്ട്. അത് LDFിൻ്റെ ഭാഗത്തു നിന്ന് SDPI പോലുള്ള ഒരു ഭീകര സംഘടനയുടെ, SDPI ഒരു ഭീകര സംഘടന എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ലോകത്തിനറിയാവുന്ന ഒരു സത്യം, PFI എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ കരം മാത്രമാണ് SDPI. തന്നെയുമല്ല, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസ് മുതൽ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ വരെ ഒളിഞ്ഞും തെളിഞ്ഞും SDPIയിലെ അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളത് അന്വേഷണ റിപ്പോർട്ടുകളിൽ നാം കണ്ട കാര്യമാണ്. കോടതികളിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിലും ഇക്കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി അതിലില്ലാത്ത പേരുകൾ പലതും PFI നിരോധിച്ചപ്പോൾ SDPIയിലേക്ക് ചേക്കേറിയ വ്യക്തികളായി നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കിവരെയെല്ലാം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു സംഘടനയുമായി പോലും സഖ്യം ഉണ്ടാക്കുവാൻ LDF മുന്നോട്ട് വന്നിട്ടുണ്ട്. LDF കാലാകാലത്ത്, LDF ഒരിക്കലും ആദ്യമായിട്ടാണ് SDPIയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നതെന്ന് പറയുവാനേ നമുക്ക് സാധിക്കില്ല. കാരണം SDPI എന്ന സംഘടനയുടെ കേരളത്തിലെ വളർച്ചയ്ക്കൊരു പ്രധാന ഘടകമായി എന്നും നിലകൊണ്ടിട്ടുള്ളത് LDF ആണ്. അതിൽ പ്രത്യേകിച്ച് CPIM എന്നുള്ള പാർട്ടി രഹസ്യമായ പിന്തുണ ഈ ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ സംഘടനയ്ക്ക് നൽകി ഒടുവിൽ അവരുടെ ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലുമൊക്കെ ഒരു ഭൂരിപക്ഷമാകുന്ന നിലയിൽ തന്നെ SDPI പ്രവർത്തകർ അല്ലെങ്കിൽ SDPIയോടൊരു അനുകൂല മനോഭാവം പുലർത്തുന്ന വ്യക്തികൾ നുഴഞ്ഞു കയറുവാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ ഏതാണ്ട് ഒരു ഇസ്ലാമിക ഭീകരവാദികളുടെ പിടിയിലേക്ക് കൊണ്ടുചെന്ന് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞൊരു 10-15 വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. SDPIയുമായിട്ടൊരു സഖ്യമുണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഈ ഒരു മുന്നേറ്റം, BJP മുന്നേറ്റം തടഞ്ഞ് തൻ്റെ അധികാരം നിലനിർത്തുവാൻ പിണറായി വിജയൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ അടിമകളായി മാത്രം പ്രവർത്തിക്കുവാൻ വിധിക്കപ്പെട്ട MA ബേബി ആണെങ്കിലും ഗോവിന്ദൻ മാഷാണെങ്കിലും SDPIയുമായിട്ടുള്ള സഖ്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവർ വോട്ട് ചെയ്യട്ടെ, അവർ വോട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് അവരോടല്ലേ ചോദിക്കേണ്ടത് തുടങ്ങിയ ഒഴുക്കൻ മറുപടികൾ അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറലുകൾ അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകൾ വിതറി പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഖ്യത്തിൻ്റെ ശ്രമങ്ങളും സഖ്യത്തിനുള്ള നീക്കങ്ങളും ഒരു വശത്ത്. ഇനി UDFിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് UDFിൻ്റെ സഖ്യകക്ഷി തന്നെയാണ്, പ്രഖ്യാപിത സഖ്യകക്ഷി തന്നെയാണ്. ഇസ്ലാമികവൽക്കരണം ലോകം മുഴുവൻ നടപ്പാക്കുവാൻ വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായി പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ഒപ്പം തന്നെ പിണറായി വിജയനും VD സതീശനും ഒരുപോലെ കാന്തപുരത്തിനെ പോലുള്ള ഒരു മതപണ്ഡിതൻ്റെ വേദികളിൽ ഉന്തും തള്ളും നടത്തി അദ്ദേഹത്തെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വീണ്ടും പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നരേന്ദ്രമോദിയെ കാന്തപുരം അങ്ങോട്ട് സന്ദർശിക്കുകയായിരുന്നു. നരേന്ദ്രമോദി മർക്കസിൽ പോയി കാന്തപുരത്തെ പ്രീണിപ്പിക്കുവാൻ ശ്രമിച്ചതല്ല, വ്യത്യാസമുണ്ട്. ബോത്ത് ആർ നോട്ട് സെയിം. അപ്പോൾ ഈ ഒരു പ്രീണന ശ്രമങ്ങൾ ഇവയെല്ലാം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഏക കാരണം BJP കേരളത്തിൽ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടത്തും എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന വൻ മുന്നേറ്റമാണ്. അപ്പോൾ ഈ മുന്നേറ്റത്തെ സംബന്ധിച്ച് ഇതിനെ തടയുവാനായി ഇവർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇസ്ലാമിക ശക്തികളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. കാരണം ഇസ്ലാമിക ശക്തികൾ ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഭയക്കുന്ന ഒരേ ഒരു ശക്തി BJP മാത്രമാണ്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം കടയോടെ വിട്ടു നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏക രാഷ്ട്രീയ കക്ഷി BJPയാണ്. BJPയുടെ പിന്നിൽ RSS എന്നുള്ളൊരു ശക്തി നിലനിൽക്കുന്നുണ്ട്. അതവർക്ക് വ്യക്തമായി തന്നെ അറിയാം. അവർ BJPയെ ഭയക്കുന്നു, RSSനെ വല്ലാതെ ഭയക്കുന്നു. അപ്പോൾ രാഷ്ട്രസ്നേഹം എന്നുള്ള ഒരു ആശയം മാത്രം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന BJP അല്ലെങ്കിൽ RSS പോലുള്ള രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും എക്കാലത്തും ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിൽക്കുന്ന ഏതൊരു രാഷ്ട്രീയ കക്ഷിയും താൽക്കാലികമായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടി യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുവാൻ ഇസ്ലാമിക ശക്തികൾ ഒരു മടിയും കാണിക്കില്ല. അത് SDPI ആകട്ടെ, നിരോധിക്കപ്പെട്ട PFI ആകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, മറ്റേതെങ്കിലും ഭീകര സംഘടനകളാവട്ടെ, ഇവരെല്ലാവരും ഒരേ തരത്തിൽ തന്നെ ഈ ഇരു മുന്നണികളെയും തരാതരം പോലെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. ആ ഉപയോഗത്തിൻ്റെ ഗുണം, താൽക്കാലിക ഗുണം, ദീർഘകാലത്തേക്ക് ഈ ഗുണമുണ്ടാവില്ല എന്ന് പിണറായി വിജയനും അറിയാം, VD സതീശനും അറിയാം. ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ പൂർണ്ണമായി ഭരണം പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് തങ്ങൾ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്നുള്ള, പണക്കാട് തങ്ങളല്ല തങ്ങൾ, അവരവൻ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പിണറായി വിജയനുമുണ്ട്, VD സതീശനുമുണ്ട്, അവരുടെ പിന്നിലും മുന്നിലുമുള്ള മറ്റു നേതാക്കൾക്കുമുണ്ട്. പക്ഷേ
ഇപ്പോൾ ഞങ്ങൾക്ക് ഗുണമുണ്ടാകുമല്ലോ, ഞങ്ങളുടെ കുടുംബത്തിന് ഗുണമുണ്ടാകുമല്ലോ, എൻ്റെ മരുമകന് ഗുണമുണ്ടാകുമല്ലോ എന്ന് ഇടതും, എനിക്ക് കുറച്ചു കാലമെങ്കിലും മുഖ്യമന്ത്രി ആയിരിക്കുവാനുള്ള ഒരു സാധ്യതയെങ്കിലും തെളിഞ്ഞു കിട്ടുമല്ലോ എന്ന് വലതിലെ കോൺഗ്രസും വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തികളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് മുൻപിൽ വണങ്ങി സഖ്യമുണ്ടാക്കി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വോട്ട് തന്ന് ഞങ്ങളെ വിജയിപ്പിക്കൂ എന്ന് അപേക്ഷിച്ച് നിൽക്കുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നത് വളരെ ആശ്ചര്യജനകമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ആശ്ചര്യം ഉണ്ടാവേണ്ട കാര്യം ഒരു മലയാളിക്കില്ല. കാരണം കഴിഞ്ഞൊരു 15-20 വർഷങ്ങളായി നമ്മുടെ കൺമുൻപിലൂടെ ഓടുന്നൊരു രാഷ്ട്രീയ ചിത്രമാണിത്. ആ ചിത്രത്തെ സംബന്ധിച്ചൊരു തെളിമ നമുക്ക് ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രബുദ്ധ മലയാളി എന്ന് ഡബിൾ കോട്ട്സിലിട്ട് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കേരളം പോകേണ്ടത്. മറ്റുള്ളവർ മണ്ട എന്ന് മനസ്സിൽ ചിരിച്ചുകൊണ്ട് ചിലപ്പോൾ പരസ്യമായി വിളിച്ചേക്കാം, ചിലപ്പോൾ രഹസ്യമായി വിളിച്ചേക്കാം. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുവാൻ ശ്രമിക്കാം. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.